എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നതും അതിൻ്റെ പൂജയിൽ പങ്കെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബാബു സാറിനെ പോലത്തെ ഒരാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഇതിൻ്റെ കഥയും ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് തന്നെയാണ് ഫസ്റ്റ് ഇത് എടുക്കാനുള്ള കാരണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഉറപ്പായിട്ടും ബബിളിൻ്റെ ഒരു മലയാളം സിനിമയിലെ എൻട്രി, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ വലിയ ഫാൻസാണ് നമ്മൾ. പുള്ളിയുടെ സിനിമകളുടെ ഒരുപാട് നല്ല റെയിൽവേ മാൻ പോലത്തെ സിനിമകൾ തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു അസോസിയേഷനും ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നുന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാം നല്ല രീതിയിൽ പോയി നമുക്ക് നല്ലൊരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ജോണി പറഞ്ഞ പോലെ ജോണിക്ക് കുട്ടിക്കാലം മുതലുള്ള ബന്ധമാണെങ്കിൽ എനിക്ക് സിനിമയിൽ ബാബു ആദ്യമായിട്ടല്ല ബാബു ശേഷന്റെ കൂടെ വർണ്ണപ്പായിട്ട് എന്ന സിനിമ എഴുതാൻ വേണ്ടി മദ്രാസയിൽ വന്ന ആ കാലഘട്ടം മുതലുള്ള ഒരു പരിചയമുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് 2 സിനിമ ചെയ്തു. അതിലൊന്നായിരുന്നു വാസ്തവം. എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് വാസ്തവം എന്ന് എനിക്ക് എവിടെയും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് ആ സിനിമയുടെ തിരക്കഥയുടെ പല കൊണ്ടാണ്. ഏതൊരു സിനിമയുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത്, നട്ടൽ എന്ന് പറയുന്നത് തീർച്ചയായും തിരക്കഥ തന്നെയാണ്. ബാബുവിൻ്റെ സിനിമകൾ പ്രത്യേകിച്ചും മലയാള സിനിമയിൽ തിരക്കഥയിൽ ഇത്രയധികം പരീക്ഷണം നടത്തിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാര്യം ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ എഴുത്തുകാരുണ്ടാവാം, പക്ഷേ തിരക്കഥയിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ നടത്തിയവരാണ്. സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമ അത്തരം ഒരു തിരക്കഥ പരീക്ഷിക്കാൻ ധൈര്യപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ബാബു ഒരുപാട് അർഹിക്കുന്നുണ്ട്. പക്ഷേ ബാബു അർഹിക്കുന്ന രീതിയിലുള്ളൊരു അംഗീകാരം മലയാള സിനിമയിൽ നിന്ന് ബാബുവിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയും ഒരുപാട് മികച്ച അവസരങ്ങൾ, മികച്ച അംഗീകാരങ്ങൾ ബാബുവിനെ തേടി വരാനുണ്ട്. ബാബുവിൻ്റെ മികച്ച എഴുത്തും ബാബുവിൻ്റെ മികച്ച സിനിമയും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ഗാന്ധി ബസാർ സൺഡേ മാർക്കറ്റ് അത്തരത്തിലൊരു സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ, മലയാള സിനിമയുടെ ചരിത്രം പൊളിച്ചെഴുതുന്ന ഒരു പുതിയ സിനിമയായി മാറട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.